കുറച്ച് ബേസിക് ഗ്രാഫുകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് എക്സ് ആക്സും ഇത് വൈ ആക്സും ആണെങ്കിൽ what is equation of x-axis? What is equation of x-axis? What is equation of x-axis? Equation of x-axis is x-axis ഓരോ കോർഡിനേറ്റ്സും എങ്ങനെ ഇരിക്കുക, അങ്ങനെ ഓർഡർഡ് പെയർ a0 എന്ന ഫോമിലല്ലേ ഇരിക്കുള്ളൂ. അപ്പോൾ അവിടെ y കോർഡിനേറ്റ് എപ്പോഴും 0 ആയിരിക്കും. സോ ഇക്വേഷൻ ഓഫ് x-axis y is equal to 0. അതുപോലെ y ആക്സിസ് കണ്ടല്ലോ. വാട്ട് ഇസ് ദ ഇക്വേഷൻ ഓഫ് y ആക്സിസ്? കേൾക്കുന്നുണ്ടോ? വാട്ട് ഇസ് ദ ഇക്വേഷൻ ഓഫ് y ആക്സിസ്? ഇവിടുത്തെ കോർഡിനേറ്റ്സ് എടുത്താൽ 0b എന്ന ഫോമിലാണ് വരിക. y ആക്സിൽ ഏത് കോർഡിനേറ്റിലും ആദ്യത്തെ കോർഡിനേറ്റ് 0 ആയിരിക്കും. y ആക്സിൽ ഏത് പോയിന്റ് എടുത്താലും ആദ്യത്തെ കോർഡിനേറ്റ് 0 ആയിരിക്കും. സോ ഇക്വേഷൻ ഓഫ് y ആക്സിസ് ഈസ് x is equal to 0. ഇവിടെ x ആക്സിസ് നെഗറ്റീവ് x ആക്സിസ്, y ആക്സിസ് നെഗറ്റീവ് y ആക്സിസ്. Suppose this is a0. Consider a line passing through a0 and parallel to y axis. y ആക്സിന് പാരലൽ ആയിട്ട് x ആക്സിലെ a0 കൂടി കടന്നു പോകുന്ന ലൈനിന്റെ ഇക്വേഷൻ എന്താണ്? What is the equation of the line passing through ordered pair a0 and parallel to y axis? What is the equation of line passing through ordered pair a0 and parallel to y axis? എന്തായിരിക്കും? Is x is equal to a. X is equal to a. What is the equation of a line passing through minus a0 and parallel to y axis? This is x is equal to minus a. This is x is equal to a. Next, so y axis, x axis. Suppose we want to find the equation of a line passing through 0b, equation of a line passing through 0b and parallel to x-axis. This is ordered pair 0b and parallel to x-axis. What is the equation? Equation of a line passing through ordered pair 0b and parallel to
x-axis is y is equal to b. What is equation of this line? Suppose this point is 0 minus b. So what is the equation of this line? Equation of a line passing through 0 minus b and parallel to x-axis. This is y is equal to minus b. Next day, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബേസിക് ഗ്രാഫുകളെ പറ്റി കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? This is x-axis and this is y-axis. What is the equation of the line passing through 0, 0 and inclined 45 degree? What is the equation of this line? What is the equation of this line? 45 degree ചരിഞ്ഞ് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ എന്താ? This is y is equal to x. അല്ലേ? y is equal to x. What is the equation of the curve? കർവിനെ പറ്റിയാ പറയുന്നത്. ഈ ഫോമിൽ പോകുന്ന ഗ്രാഫിനെ എന്ത് വിളിക്കും നമ്മൾ? ഈ ഫോമിൽ പോകുന്ന ഗ്രാഫിനെ വിളിക്കുന്ന പേരെന്താ? What is this graph? What is this graph? ഈ ഫോമിൽ പരാബോള ആണല്ലേ? പരാബോള. ഇത് ഏത് പരാബോളയാ? എക്സ് ആക്സിന് സിമെട്രിക് ആയിട്ട് പോകുന്ന പരാബോള. y സ്ക്വയർ is equal to 4x അല്ലേ? എക്സ് ആക്സിന് സിമെട്രിക് ആയിട്ട് പോകുന്ന ഈ പരാബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ y സ്ക്വയർ is equal to 4x. അപ്പോൾ y സ്ക്വയർ is equal to 4x എന്ന ഫോമിൽ വരുന്ന ഏത് ഗ്രാഫ് വന്നാലും ആ ഗ്രാഫ് ഈ രീതിക്കാണ് വരിക. y സ്ക്വയർ is equal to 4x. ഓക്കെ ആണോ? ഇവിടെ തിരിച്ചു വന്നാൽ ദിസ് ഇസ് y ഇങ്ങനെ വന്നാൽ y സ്ക്വയർ is equal to minus 4x ആവും അല്ലേ? ഇങ്ങനെ വന്നാൽ y സ്ക്വയർ is equal to minus 4x. ഇങ്ങനെ വന്നാൽ ഇങ്ങനെയാണല്ലോ. What is the equation of the parabola which is symmetric about y axis? ഈ ഫോമിൽ വരുന്ന പരാബോളയുടെ ഇക്വേഷൻ എന്താ? x square is equal to 4ay. x square is equal to 4ay എന്ന ഫോമിൽ വരുന്ന എല്ലാ പരാബോളയും ഈ ഷേപ്പിലാണ് വരിക. y ആക്സിന് സിമെട്രിക് ആയിട്ട് വരും അല്ലേ? ഇവിടെ ഇപ്പൊ x square is equal to y എന്ന് വെച്ചാലും 4ay വരെ ഒന്ന് കൊടുത്താലും പരാബോള ഇരിക്കുന്ന ഈ ഷേപ്പ് തന്നെയാണ് അല്ലേ? അതിന്റെ അളവുകൾക്ക് മെഷർമെന്റിന് മാറ്റം ഉണ്ടാവുമല്ലോ. നെക്സ്റ്റ് what is the equation of circle passing through origin and what is the equation of circle whose center is origin and radius is r?
What is the equation of circle whose center is origin and radius is a? എന്തായാലും what is the equation of circle whose center is origin and radius is a? എന്ന് വെച്ചാൽ ഈ ലെങ്ത് a ആണ്. That is a0. നോട്ട് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത് a ആണ്. So this is minus a0. ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ലെങ്ത് a ആണ്. This is 0b. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് b ആണ്. സോറി a ആണ്. 0a. ഇവിടെ നിങ്ങൾക്കുള്ള ലെങ്ത് a ആണ്. So 0 minus a. What is the equation of the circle? Equation of a circle. കാണാവോ? സ്ക്രീൻ കാണാവോ? Whose center is origin. Origin 0 0 and radius r. എന്താണ്? സെൻറ്റർ ഒറിജിനും റേഡിയസ് ആകുമായിട്ടുള്ള സർക്കിളിന്റെ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു റേഡിയസ് എ ആണെങ്കിൽ എ സ്ക്വയർ അല്ലേ? ഓ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന സർക്കിളാണ് അല്ലേ? ഈ സർക്കിളിന്റെ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ. The equation ax plus by is equal to c. The equation of the form ax plus by is equal to c where a and a, b, c are constant. ഇത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്? ഇത് ലീനിയർ ഇക്വേഷൻ ആണ് അല്ലേ? ലീനിയർ ഇക്വേഷൻ എന്താണ്? സ്ട്രെയിറ്റ് ലൈനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് അല്ലേ? The equation ax plus by is equal to c represent a straight line. അല്ലേ? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ എന്ത് ചെയ്യാം? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണമെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈൻ പാസ് ചെയ്യുന്ന രണ്ട് പോയിന്റ്സ് അറിഞ്ഞാൽ മതി അല്ലേ? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണമെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈൻ പാസ് ചെയ്യുന്ന രണ്ട് പോയിന്റ്സ് അറിഞ്ഞാൽ മതി. x ആക്സും y ആക്സും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാനായിട്ട് ആ സ്ട്രെയിറ്റ് ലൈൻ പാസ് ചെയ്യുന്ന രണ്ട് പോയിന്റ്സ് ആണ്. അപ്പോൾ ax plus by is equal to c വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യാം? ax plus by is equal to c വരയ്ക്കണമെങ്കിൽ ഈ സ്ട്രെയിറ്റ് ലൈൻ പാസ് ചെയ്യുന്ന രണ്ട് പോയിന്റ്സ് നമ്മൾ ട്രയൽ മെത്തേഡിലൂടെ കണ്ടുപിടിക്കും. അപ്പോൾ എക്സിന് 0 കൊടുത്താൽ വൈന് ഒരു വാല്യൂ കിട്ടും. അപ്പോൾ ഓൾറെഡി പേർ എക്സ് ഒരെണ്ണമായി ഒരു പോയിന്റ് ആയി. അടുത്ത് വൈന് 0 കൊടുത്താൽ എക്സിന് മറ്റൊരു വാല്യൂ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കുക. എപ്പോഴും 0 കൊടുക്കണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ രണ്ട് പോയിന്റ്സ് കിട്ടുന്നുണ്ടാവും. ഈ രണ്ട് പോയിന്റ്സിനെ നമുക്ക് അവിടെ പ്ലോട്ട് ചെയ്താൽ അല്ലേ? രണ്ട് പോയിന്റ്സ് നമുക്ക് അവിടെ പ്ലോട്ട് ചെയ്യാൻ സാധിച്ചാൽ, ഇപ്പോൾ ഇവിടെയാണ് പോയിന്റ്സ് എങ്കിൽ ആ രണ്ട് പോയിന്റ്സും പ്ലോട്ട് ചെയ്യാൻ സാധിച്ചാൽ ഈ രണ്ട് പോയിന്റ്സിലും കൂടി പാസ് ചെയ്യുന്ന ലൈനായി ഈ രണ്ട് പോയിന്റ്സിലും കൂടി പാസ് ചെയ്യുന്ന ലൈൻ അങ്ങ് വരച്ചാൽ മതി. അപ്പോൾ രണ്ട് പോയിന്റ്സും അറിഞ്ഞാൽ മതി. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ നേരത്തെ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് പറഞ്ഞു. ഏതൊക്കെ? ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. എക്സ് ആക്സിലെ ഓർഡർ പേർ A0 വൈ ആക്സിന് പാരലലായിട്ട് കടന്നു പോകുന്ന ലൈൻ. അതേപോലെ വൈ ആക്സിലെ 0b എക്സ് ആക്സിന് പാരലലായിട്ട് കടന്നു പോകുന്ന ലൈൻ. അത് പർട്ടിക്കുലർ ലൈനാണ്. ഇത് ജനറൽ ആയിട്ടാണ്. ഏത് ഫോമിൽ വന്നാലും ഈ ഫോമിൽ വരുന്ന ഏത് ഇക്വേഷൻ തന്നാലും ആ ഇക്വേഷനെ ലൈനായിട്ട് നമുക്ക് വരയ്ക്കാൻ സാധിക്കും. ഓക്കെ ആണോ?